Now let's discuss format of income and expenditure account. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സെയിം ഫോർമാറ്റാണ്. നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിൻ്റെ പോലെ തന്നെ ഒരു സൈഡ് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ കോളം ആൻഡ് എമൗണ്ട് കോളം, ദെൻ ക്രെഡിറ്റ് സൈഡ് ഇൻകം കോളം ആൻഡ് എമൗണ്ട് കോളം. ഓക്കെ, നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ബേസിലാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് കൂടാതെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. അഡീഷണൽ ഇൻഫർമേഷൻ്റെ കൂടെ ബേസിലാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇൻകം സൈഡ് നോക്കാം. നമുക്ക് സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ആളുകളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടോ ആളുകളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന റെഗുലറായിട്ട് കളക്ട് ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റെഗുലറായിട്ട് കളക്ട് ചെയ്യുന്ന ഫണ്ടിനെയാണ് എന്ത് പറയുന്നത്? സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സബ്സ്ക്രിപ്ഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന എന്ത് ബേസിലാണ്? എക്രൂവൽ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ സബ്സ്ക്രിപ്ഷൻസ് നമ്മൾ കറണ്ട് ഇയർ റിലേറ്റഡ് സബ്സ്ക്രിപ്ഷൻസ് മാത്രമാണ് എവിടെ യൂസ് ചെയ്യുക, എവിടെ റെക്കോർഡ് ചെയ്യുക? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അഡ്വാൻസ് ആയിട്ട് നെക്സ്റ്റ് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ റിസീവ് ചെയ്ത സബ്സ്ക്രിപ്ഷന് നെക്സ്റ്റ് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലെസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യാനുണ്ട്, റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ എന്ത് ലെസ് ചെയ്യണം? അഡ്വാൻസ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ഓക്കെ, ഇതുപോലെ തന്നെയാണ് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, ഇൻകം ആയിക്കോട്ടെ എക്സ്പെൻസ് ആയിക്കോട്ടെ, റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. പിന്നെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുത്തതാണെങ്കിൽ അത് എന്ത് ചെയ്യേണ്ടി വരും? ലെസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് നമുക്ക് റിസീവ് ചെയ്തതാണെങ്കിൽ ലെസ് ചെയ്യേണ്ടി വരും. കറണ്ട് ഇയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻസ് മാത്രമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് ട്രാൻസാക്ഷൻസ് മാത്രമേ വരുള്ളൂ? റവന്യൂ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ വരുള്ളൂ. എന്ത് റവന്യൂ നേച്ചറുള്ള ട്രാൻസാക്ഷനും ക്യാപിറ്റൽ നേച്ചറുള്ള ട്രാൻസാക്ഷൻ? ക്യാപിറ്റൽ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് മീൻസ് നമ്മുടെ ബിസിനസ്സിൻ്റെ അസറ്റ്സിനെ ലോങ് ടേമിൽ ഇമ്പാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്യാപിറ്റലിനെ ലോങ് ടേമിൽ ഇമ്പാക്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ആ ട്രാൻസാക്ഷൻസിൽ നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് ലോങ് ടേം ബെനിഫിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻ ആയിരിക്കില്ല എന്ത്? ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാൻ, നമ്മളൊരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നു. ബിൽഡിംഗ് നമ്മൾ എപ്പോഴും ഇങ്ങനെ പർച്ചേസ് ചെയ്യുമോ? ഇല്ല, വളരെ റയറായിട്ട് അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടാവുള്ളൂ. വല്ലപ്പോഴും ഒരു 5 വർഷം കൂടുന്ന സമയത്ത്, 10 വർഷത്തിലൊക്കെയാണ് ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നത്. ആ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? ലോങ് ടേം ബെനിഫിറ്റ് ആയിരിക്കും ആ സ്ഥാപനത്തിന് ആ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഡേ ടു ഡേ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ല ഏത്? ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി റവന്യൂ നേച്ചറുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഡേ ടു ഡേ ഇൻകം, അതുപോലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതിനുവേണ്ടി ചിലവാക്കുന്ന എക്സ്പെൻസുകളാണ് എന്ത് പറയുന്നത്? റവന്യൂ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്നത് എന്തായിരിക്കും? റവന്യൂ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്നത്. ഇൻകം സൈഡ് നോക്കാം, സബ്സ്ക്രിപ്ഷൻ, ദെൻ ഗ്രാൻഡ്സ് റിസീവ്ഡ്, ദെൻ എൻട്രൻസ് ഫീ. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ജനറൽ ഡൊണേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, ഡിവിഡൻഡ്, ദെൻ ബൈ കളക്ഷൻ ഫോർ സ്പെസിഫിക് ഷോ, ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഓക്കെ, ഫിക്സഡ് അസറ്റ്സ് വിൽക്കുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ നേച്ചറുള്ള ട്രാൻസാക്ഷൻ ആണ്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ എവിടെ കാണിക്കും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും. ദെൻ ലോക്കർ റെൻറ്റ്, ക്ലോക്ക് റൂം റെൻറ്റ്, അങ്ങനെ കിട്ടുന്ന ഒരു സ്ഥാപനത്തിന്, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കിട്ടുന്ന ഇൻകംസ് എല്ലാം, അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് അവർക്ക് കിട്ടുന്ന ഇൻകംസ് എല്ലാം എവിടെ വരും? ഇൻകം സൈഡിൽ വരും. ദെൻ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടുകളെല്ലാം എക്സ്പെൻഡിച്ചർ സൈഡിൽ വരും. കൺസ്യൂമബിൾസ് ഓഫ് മെറ്റീരിയൽ, ഹോണറേറിയം പെയ്ഡ്. കൺസ്യൂമബിൾ മെറ്റീരിയൽസ് മീൻസ് ഒരുപാട് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ടാവും? ക്ലബ്ബ് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പെൻ ആയിക്കോട്ടെ, പേപ്പർ ആയിക്കോട്ടെ, അതൊക്കെ കൺസ്യൂമബിൾ മെറ്റീരിയൽസിൽ വരാം. ഓക്കെ, അങ്ങനെ എല്ലാ എക്സ്പെൻസും ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ദെൻ
ആഫ്റ്റർ റെക്കോർഡിങ് ഓൾ ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചർ വി ഹാവ് ടു ബാലൻസ് ദിസ് അക്കൗണ്ട്. ദെൻ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വരുന്നെങ്കിൽ അതെന്തായിരിക്കും? സർപ്ലസ് ആയിരിക്കും. അതായത് റെസിപ്റ്റ് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ആണ് സർപ്ലസ് എന്ന് പറയുന്നത്. ഇൻകം ആയിരിക്കും എക്സ്പെൻസിനേക്കാൾ കൂടുതൽ. ഇനി എക്സ്പെൻസ് ആണ് ഇൻകത്തിനേക്കാൾ കൂടുതൽ എങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വരിക. അതിനെന്ത് പറയും? ഡെഫിസിറ്റ് എന്ന് പറയും. ഓക്കെ, ഡെഫിസിറ്റ് മീൻസ് എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു, ബാലൻസിങ് ഫിഗർ നോക്കുന്നു. ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് എങ്കിൽ ഡെഫിസിറ്റ് സർപ്ലസ് ആയിരിക്കും, ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് എങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും.